ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇന്ത്യയിൽ രാമന്റെയും കൃഷ്ണന്റെയും ബുദ്ധന്റെയും പാരമ്പര്യങ്ങൾ മാത്രമേ നിലനിൽക്കൂ എന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞതാണിപ്പോൾ വൈറലായിരിക്കുന്നത്. 6 പതിറ്റാണ്ടായി അധികാരത്തിലിരുന്ന പ്രതിപക്ഷ പാർട്ടികൾ സംഭാലിൽ ഹിന്ദുക്കൾക്കെതിരായ അക്രമത്തിന് നേരെ കണ്ണടച്ചിരിക്കുന്നു. സംഭാലിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1947, 48, 1978 വർഷങ്ങളിൽ നടന്നത് ഭീകരമായ കലാപങ്ങളായിരുന്നു. 1978 കലാപത്തിൽ 184 ഹിന്ദുക്കളെ ജീവനോടെ ചുട്ടുകൊന്നു. 1980-82 കൂടുതൽ കലാപങ്ങൾ ഉണ്ടായി. 90-92 5 പേര് കൊല്ലപ്പെട്ടു. 1947 മുതൽ സംഭാലിലാകെ 209 ഹിന്ദുക്കൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. എന്നാൽ ഇന്ന് സംഭാലിനു വേണ്ടി മുറവിളി കൂട്ടുന്നവർ ഈ ഹിന്ദുക്കളെ കുറിച്ചൊരു അക്ഷരം മിണ്ടിയില്ല. ഇന്ത്യയിൽ രാമന്റെയും കൃഷ്ണന്റെയും ബുദ്ധന്റെയും പാരമ്പര്യങ്ങൾ മാത്രമേ നിലനിൽക്കൂ എന്നും ബാബറിന്റെയും ഔറംഗസീബിന്റെയും പാരമ്പര്യങ്ങളല്ല നിലനിൽക്കുന്നതെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. മുസ്ലിം ഘോഷയാത്രയ്ക്ക് ഹിന്ദു പ്രദേശങ്ങളിൽ ഒരു ക്ഷേത്രത്തിന് മുന്നിലൂടെ കടന്നു പോകാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു ഹിന്ദു ജാഥയ്ക്ക് മുസ്ലിം പ്രദേശങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയാത്തത്? സംഭാലിൽ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നവർ ശിക്ഷിക്കപ്പെടുമെന്നും ഒരാളെയും വെറുതെ വിടില്ലെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. എല്ലാ മുസ്ലിങ്ങളും ഒന്നുപോലെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണോ? അല്ല. ഇസ്ലാം മത വിഭാഗങ്ങൾ തന്നെ ആയിരക്കണക്കിനുണ്ട്. പല സംഘടനാ വിഭാഗങ്ങൾ, അതിനകത്ത് തന്നെ ജാതി, മതം, അവർ ചെയ്യുന്ന ജോലിക്ക് അടിസ്ഥാനപ്പെടുത്തി പല വിഭാഗങ്ങളായിട്ടാണ് തരംതിരിക്കപ്പെട്ടിരിക്കുന്നത്. മുസ്ലിം സാംസ്കാരിക ആചാരങ്ങൾ സമന്വയിപ്പിക്കുന്നതിന് വേണ്ടി പേരുകേട്ട ഒരു സവിശേഷ സമൂഹമാണ് ഹുസൈനി ബ്രാഹ്മണർ. മതാന്തര ഐക്യത്തിന്റെ സമ്പന്നമായ പൈതൃകം പ്രദർശിപ്പിക്കുന്ന ഇവരുടെ വംശ പരമ്പരയെക്കുറിച്ച് കൂടുതൽ സോഷ്യൽ മീഡിയകളിൽ നിന്ന് നമുക്കറിയാൻ കഴിയും. അമൃത്സറിലെ ഒരു വലിയ കുടുംബത്തിലെ പ്രമുഖനായ വ്യവസായി, പ്രശസ്ത ഉറുദു പേർഷ്യൻ കവിയുമാണ് പത്മശ്രീ പുരസ്കാര ജേതാവായ ബ്രഹ്മനാഥ് ദത്ത ഖാസെ. ഈ പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചോദ്യം ഉയരും. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ പേര് ഇത്ര വ്യത്യസ്തമായത്? അദ്ദേഹത്തിന്റെ ചെറുകുട്ടിയായ നോനിക്ക ദത്ത പറയുന്നതിനനുസരിച്ച് അവരെല്ലാം ദത്ത ബ്രാഹ്മണർ എന്നറിയപ്പെടുന്ന ഹുസൈനി ബ്രാഹ്മണരുടെ വംശ പരമ്പരയിൽ നിന്നാണ് വരുന്നതെന്നും അമൃത്സർ നഗരത്തിലെ താസിയ ഘോഷയാത്രയുമായി അവരുടെ ബന്ധം വളരെ അടുത്തതാണെന്നും നോനിക്ക ദത്ത വ്യക്തമാക്കുന്നു. ഇതൊരു ചെറിയ ഉദാഹരണം മാത്രമാണ്. ബാലി, ഭിംവാൾ, ചിബ്ബർ, ദത്ത്, ലൗ, മോഹൻ, വൈദ് എന്നിവരുൾപ്പെടെ 7 വ്യത്യസ്തങ്ങളായ ചെറിയ വംശങ്ങൾ ഉൾപ്പെടുന്ന പഞ്ചാബ് മേഖലയിൽ കാണപ്പെടുന്ന മോഹിയാൽ ബ്രാഹ്മണ സമൂഹമാണ് ഈ ഹുസൈനി ബ്രാഹ്മണർ. ഹിന്ദുക്കളായ ഹുസൈനി ബ്രാഹ്മണർ ഹിന്ദു വിഗ്രഹങ്ങൾക്കും ചിത്രങ്ങൾക്കും ആദരവർപ്പിക്കുകയും ചെയ്യാറുണ്ട് എന്ന് പത്രപ്രവർത്തകനായ സയ്യിദ് അലി മുജ്തബ എഴുതിയിട്ടുണ്ട്. കർബല യുദ്ധവുമായി ഇവരുടെ പാരമ്പര്യം ബന്ധപ്പെട്ട് കിടക്കുന്നു. പകുതി മുസ്ലിമും പകുതി ഹിന്ദുവും. 2ാം ഉമയ്യദ് ഖലീഫ യസീദ് ഒന്നാമന്റെ സൈന്യവും മുഹമ്മദ് നബിയുടെ ചെറുകുട്ടിയായ ഹുസൈൻ ഇബ്നു അലിയുടെ നേതൃത്വത്തിലുള്ള സൈന്യവും തമ്മിൽ 680 കർബലയിൽ വെച്ചിട്ടാണ് കർബല യുദ്ധം നടക്കുന്നത്. ബാഗ്ദാദിൽ താമസിച്ചിരുന്ന ദത്ത് വംശത്തിന്റെ നേതാവും കരിയർ സൈനികരുടെ ചെറിയ ബാൻഡുമായ റഹാബ് സിംഗ് ദത്ത് യുദ്ധത്തിൽ പങ്കെടുത്തു. അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്തെ ദൈറൽ ഹിന്ദിയ എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. ഇത് ഇന്ത്യൻ ക്വാർട്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നു. യുദ്ധത്തിൽ അവരുടെ പങ്കാളിത്തത്തിന്റെ പ്രതീകമായി മൊയ്ഹൽ സമുദായം ഇന്ത്യൻ ഇതര പാരമ്പര്യം സ്വീകരിച്ചു. ഇത് ഹുസൈനി ബ്രാഹ്മണരുടെ ഒരു ചെറിയ ഉപവിഭാഗത്തിന്റെ ആവിർഭാവത്തിലേക്ക് നയിച്ചത്രേ. അവർ ഇമാം ഹുസൈനോടുള്ള ആദരവ് പ്രകടിപ്പിച്ചു. അവരിൽ പലരും എല്ലാ വർഷവും ഇപ്പോഴും മുഹറം നോമ്പ് പിടിക്കാറുണ്ട്. രേഖകൾ അനുസരിച്ച് കർബല യുദ്ധം നടക്കുന്ന സമയത്ത് ഏകദേശം 1400 ബ്രാഹ്മണർ ബാഗ്ദാദിൽ താമസിച്ചിരുന്നു. ഇപ്പോൾ ഇന്ത്യയിലെ പൂനെ, ഡൽഹി, ഛത്തീസ്ഗഡ്, അമൃത്സർ, ജമ്മു ഇവിടങ്ങളിലൊക്കെ, പാകിസ്ഥാനിലെ സിന്ധ്, ലാഹോർ, അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ എന്നിവിടങ്ങളിൽ സ്ഥിര താമസമാക്കിയ ചില കുടുംബങ്ങൾ ഇപ്പോഴും തങ്ങളുടെ വംശ പരമ്പരയെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്.
ഇന്ത്യ വിഭജനത്തിന് മുമ്പ് ഹുസൈനി ബ്രാഹ്മണരുടെ ഗണ്യമായ എണ്ണം ലാഹോറിൽ താമസിച്ചിരുന്നു. ഇന്ന് അജ്മീറിലെ ഒരു ചെറിയ വിഭാഗം ഹുസൈനി ബ്രാഹ്മണരെന്നാണ് അറിയപ്പെടുന്നത്. ബീഹാറിലെ മുസാഫർപൂർ ജില്ലയിലെ ഭൂമിഹാർ ബ്രാഹ്മണരുടെ ഒരു വിഭാഗവും ഹുസൈനി ബ്രാഹ്മണരുടെ വംശപരമ്പരയെ പിന്തുടരുന്നു. ഇനി എന്താണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്ന് മുസ്ലിം പുരോഹിതന്മാരാണ് പറയേണ്ടത്. നമ്മൾ ഈ കാണുന്ന ജമാഅത്തും മുജാഹിദും സുന്നിയും മാത്രമല്ല മുസ്ലിങ്ങളിൽ ഉള്ളത്, ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ഇപ്പോ ബാബറിന്റെയും ഔറംഗസീബിന്റെയും വംശപരമ്പര ഈ സ്വതന്ത്ര ഭാരതത്തിൽ വേണ്ട എന്ന് പറയുമ്പോൾ ടിപ്പുവിന്റെയും വാരിയംകുന്നിന്റെയും അനുയായികൾ വ്യത്യസ്തമായ മതവിഭാഗങ്ങളായിട്ട് ഇവിടെ ഇപ്പോഴും തുടരുന്നുണ്ട്. യോഗി ആദിത്യനാഥ് ഒരു പക്ഷേ ഹിന്ദു സമൂഹങ്ങൾ ആർഷഭാരത സംസ്കാരം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആയിരിക്കാം ഇത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഔറംഗസീബിന്റെ പാരമ്പര്യം അതേപോലെ പിന്തുടരുന്ന, എന്നാൽ കുറച്ച് മതേതരത്വമൊക്കെ ഫോളോ ചെയ്യുന്ന വിഭാഗവും ഇവിടെ ഉണ്ട്. ഇന്ന് ബംഗ്ലാദേശിലായാലും ഈ സ്വതന്ത്ര ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിലായാലും നമ്മൾ കാണുന്നു ഒരുപാട് ഹിന്ദുക്കൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷെ അവർക്ക് വേണ്ടി സംസാരിക്കാനോ അവർക്ക് വേണ്ടി ശബ്ദമുയർത്താനോ അവർ അനീതിവൽക്കരിക്കപ്പെടുന്നതിനെ സമൂഹ മധ്യത്തിൽ തുറന്നു പറയാനോ അധികം ആളുകളും തയ്യാറാകുന്നില്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ യോഗി ആദിത്യനാഥ് പറഞ്ഞത്. കൂടുതൽ കാര്യങ്ങൾ അറിയാം. ഹിന്ദുക്കൾക്കെതിരായ അക്രമങ്ങൾ ഇപ്പോൾ ദിനം പ്രതി വർദ്ധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുകയും വിശ്വാസികളെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും വൈറലാണ്. ഇപ്പോൾ ഇന്ത്യയിലെ പല പ്രദേശങ്ങളിൽ നിന്നും ഇസ്ലാമിസ്റ്റുകൾ കൈയടക്കി വെച്ചിരുന്ന പല പുരാതന ഹിന്ദു ക്ഷേത്രങ്ങളും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയിരിക്കെ ഇപ്പോഴിതാ കനത്ത മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഇന്ത്യയിൽ ഇനി രാമന്റെയും കൃഷ്ണന്റെയും ബുദ്ധന്റെയും പാരമ്പര്യങ്ങൾ മാത്രമേ നിലനിൽക്കൂവെന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞു. 6 പതിറ്റാണ്ടായി അധികാരത്തിലിരിക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ സംബാലിൽ ഹിന്ദുക്കൾക്കെതിരായ ആക്രമണത്തിന് നേരെ കണ്ണടച്ചിരിക്കുന്നു. സംബാലിൽ വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1947, 1948, 1978 വർഷങ്ങളിൽ നടന്നത് ഭീകരമായ കലാപങ്ങളാണ്. 1978 കലാപത്തിൽ 184 ഹിന്ദുക്കളെ ജീവനോടെ ചുട്ടുകൊന്നു. 1980, 1982 കൂടുതൽ കലാപങ്ങൾ ഉണ്ടായി. 1990 മുതൽ 1992 5 പേർ കൊല്ലപ്പെട്ടു. 1947 മുതൽ സംബാലിലാകെ 209 ഹിന്ദുക്കൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. എന്നാൽ ഇന്ന് സംബാലിന് വേണ്ടി മുറവിളി കൂട്ടുന്നവർ ഈ ഹിന്ദുക്കളെ കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ല. ഇന്ത്യയിൽ രാമന്റെയും കൃഷ്ണന്റെയും ബുദ്ധന്റെയും പാരമ്പര്യങ്ങൾ മാത്രമേ നിലനിൽക്കൂ. ബാബറിന്റെയും ഔറംഗസേബിന്റെയും പാരമ്പര്യങ്ങളല്ല. മുസ്ലിം ആഘോഷയാത്രകൾക്ക് ഹിന്ദു പ്രദേശങ്ങളിൽ ഒരു ക്ഷേത്രത്തിന് മുന്നിലൂടെ കടന്നു പോകാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ഒരു ഹിന്ദു ജാഥയ്ക്ക് മുസ്ലിം പ്രദേശങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയില്ല? പ്രത്യേകിച്ച് ഇതൊരു സ്വതന്ത്ര ഭാരതമാണ്. ഓരോ മതവിഭാഗവും ഇങ്ങനെ പറയുമ്പോൾ മതമില്ലാത്ത ആളുകൾ സത്യം തുറന്നു പറയേണ്ടതായി വരും. ഹിന്ദുക്കൾ രാമന്റെയും കൃഷ്ണന്റെയും നാടാക്കി ഈ രാജ്യത്തെ മാറ്റാൻ ശ്രമിക്കുകയും മുസ്ലിങ്ങൾ ബാബറിന്റെയും ഔറംഗസീബിന്റെയും രാജ്യമാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ ക്രിസ്ത്യാനികളും ഒരുപക്ഷെ നാളെ ശ്രമിച്ചുകൂടുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈ രാജ്യത്തിന്റെ ബഹുസ്വരത, മതേതരത്വമാണ് ഇതിന്റെ സൗന്ദര്യം, അതൊക്കെ തകർന്ന് തരിപ്പണമായി പോകും. ഒരുപക്ഷെ ഹിന്ദുക്കൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുകയും അതിനെതിരെ ആരും ശബ്ദമുയർത്തുകയും ചെയ്യാതിരിക്കുന്നത് കൊണ്ടാകാം യോഗിയുടെ നാവിൽ നിന്നും ഇത് വന്നത്. സംബാലിൽ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നവർ ശിക്ഷിക്കപ്പെടും. ഒരാളെ വെറുതെ വിടില്ല എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഉത്തർപ്രദേശിലെ സംബാലിൽ നടക്കുന്ന പരിശോധനകളിൽ ഹിന്ദു സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെയും പൗരാണിക അടയാളങ്ങൾ കണ്ടെത്തുന്നത് തുടരുകയാണ്. സംബാലിലെ ചൗസയിലെ ലക്ഷ്മൺഗഞ്ച് പ്രദേശത്ത് നടത്തിയ ഖനനത്തിനിടെ ഏകദേശം 180 വർഷം വരെ പഴക്കമുള്ളതും 400 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഒരു പടിക്കിണർ കണ്ടെത്തിയതായി കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചു. 46 വർഷമായി അടച്ചിട്ടിരുന്ന സംബാലിലെ ഭസ്മശങ്കർ ക്ഷേത്രം ഡിസംബർ 13 തുറന്നതിനെ തുടർന്ന് ഖനനം തുടരുകയാണ്. അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾക്കിടെയാണ് ഈ ഘടന കണ്ടെത്തിയതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ക്ഷേത്രത്തിലെ കിണറ്റിൽ നിന്ന് കേടുവന്ന 2 വിഗ്രഹങ്ങളും കണ്ടെത്തിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. നാട്ടുകാർ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് 1957 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിലാണ് സ്റ്റെപ്പ് വെൽ നിർമ്മിച്ചത്. ബിലാരി രാജാവിന്റെ പിതാമഹന്റെ കാലത്താണ് പടിക്കിണർ നിർമ്മിച്ചതെന്ന് പ്രാദേശിക ചരിത്ര പണ്ഡിതർ. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ പോലെയുള്ള ഉത്തരവാദിത്വപ്പെട്ട ഔദ്യോഗിക തലങ്ങളിലുള്ള ആളുകൾ ഓരോ രാജ്യത്തെയും, പ്രത്യേകിച്ച് ഇന്ത്യക്കകത്ത് വിവിധ സംസ്ഥാനങ്ങളിലെയുമൊക്കെ അവശിഷ്ടങ്ങൾ പരിശോധിക്കുകയാണ്. ഇത് ക്ഷേത്രമായിരുന്നോ, അമ്പലമായിരുന്നോ, ചർച്ചായിരുന്നോ, മസ്ജിദായിരുന്നോ? ആ അന്വേഷണ ഉദ്യോഗസ്ഥരെ എന്തിനാണ് ഇസ്ലാം മതവിഭാഗക്കാർ മാത്രം ഭയപ്പെടുന്നത്? ക്ഷേത്രമാണെങ്കിൽ അങ്ങനെ, അല്ല മസ്ജിദാണെങ്കിൽ അങ്ങനെ, അവരന്വേഷിച്ചിട്ട് കണ്ടെത്തട്ടെ. കോടതി ഉത്തരവുമായി ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് സംബാലിലെ ഷാഹി ഈദ്ഗാഹിലെത്തിയപ്പോൾ
അവരുടെ വാഹനങ്ങൾ അടിച്ചു പൊട്ടിക്കുകയും തീയിടുകയും അല്ലാഹു അക്ബർ എന്ന് വിളിച്ച് മുദ്രാവാക്യം മുഴക്കുകയും ചെയ്ത് അവരുടെ ആ ഡ്യൂട്ടിയെ തടസ്സപ്പെടുത്തേണ്ട കാര്യം എന്തായിരുന്നു? അപ്പോൾ ഇവർ ശരിക്കും ഭയപ്പെടുന്നു എന്നല്ലേ മനസ്സിലാകുന്നത്. നന്ദി.